الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഉണർത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അറ്റമില്ലാത്ത മരണാനന്തര ജീവിതത്തിൽ അവൻ്റെ സ്വർഗം നൽകി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസിക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. സത്യവിശ്വാസികൾ സന്തോഷത്തോടെ, അതിലേറെ ആവേശത്തോടെ സ്വീകരിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. വിശ്വാസിയുടെ സന്തോഷത്തിൻ്റെ കാരണം അവൻ്റെ നന്മകൾക്ക് വർദ്ധിച്ച പ്രതിഫലവും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ വേണ്ടി റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് വല്ലാത്ത സഹായം ലഭിക്കുന്ന ഒരു മാസം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് തൻ്റെ ദാസന്മാർക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ ഇങ്ങനെ പ്രത്യേകമായ സമയം, ദിവസം ഒക്കെ നിശ്ചയിച്ചു തരുന്നത്. അത്തരത്തിലുള്ള പ്രത്യേക പുണ്യകാലങ്ങളിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ റമദാൻ മാസം. അതുകൊണ്ട് ആ റമദാൻ മാസത്തെ ഒരു നോമ്പിൻ്റെ മാസം അല്ലെങ്കിൽ ലൈഫ് ഒന്ന് ചേഞ്ച് ആവുന്ന മാസം എന്നതിനും അപ്പുറത്ത് ആ മാസത്തെ ഒന്ന് ഗൗരവമായി കാണാനും വളരെ നേരത്തെ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനും സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ റമദാൻ 1 മുതൽ 29 അല്ലെങ്കിൽ 30 ദിവസങ്ങൾ വരെയുള്ള എൻ്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം?
ഞാൻ ആരാധനയിൽ മുഴുകുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം എത്രയായിരിക്കണം? ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കി പിടിച്ച് എത്രയാണ് ഞാൻ മാറ്റിവെക്കേണ്ടത്? ഉറക്കത്തിൻ്റെ സമയം ഏതു മുതൽ ഏതുവരെ? വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കേണ്ട സമയം എത്രയാണ്? ഇങ്ങനെ കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രിയമുള്ളവരെ നമുക്ക് വേണം. അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനും പരിശുദ്ധമായ റമദാൻ മാസത്തെ സന്തോഷത്തോടെയും ആവേശത്തോടെയും സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ റമദാൻ മാസത്തിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നമുക്കറിയാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ആരാധനകളുടെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രതിഫലവും അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. മനുഷ്യൻ അങ്ങനെയാണ്. ഞാൻ ഇന്നത് ചെയ്യുമ്പോൾ, ഞാൻ ഇന്നതുമായി സഹകരിക്കുമ്പോൾ എനിക്കെന്താണ് നേട്ടം? അത് മനുഷ്യ പ്രകൃതം അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിച്ചു തരുന്ന ഒന്ന് രണ്ടു കാര്യങ്ങളും അതിലെ ആരാധനകളുടെ പ്രത്യേകതകളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി എടുത്ത ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. എന്താ അതിനുള്ള തെളിവ്? പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ തെളിവ്, വേദഗ്രന്ഥങ്ങൾ അഖിലവും ഇറക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തൊരു മാസം പരിശുദ്ധമായ റമദാൻ മാസമാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആന്റെ അവതരണത്തെക്കുറിച്ച് അറിയാമെങ്കിലും മറ്റു വേദഗ്രന്ഥങ്ങളും ഈ മാസത്തിലാണ് ഇറക്കപ്പെട്ടത് എന്ന അറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉൻസിലത്ത് സുഹ്ഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സുഹ്ഫ് ഏടുകൾ അള്ളാഹു ഇറക്കിയത് റമദാനിൻ്റെ ആദ്യ രാത്രിയിലാണ്. വഉൻസിലത്തിത് തൗറാത്തു ലിസിത്തിൻ മളൈന മിൻ റമദാൻ. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തത് റമദാനിൻ്റെ 6 ദിനങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ്. വൽ ഇൻജീലു ലിസലാസ ഖലതു മിൻ റമദാൻ. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇൻജീൽ ഇറക്കി കൊടുത്ത റമദാനിൻ്റെ 13 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ്. വ ഉൻസിലൽ ഫുർഖാൻ ലി 24 ഖലതു മിൻ റമദാൻ. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തത് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 24 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ സുഹ്ഫുകൾ, ഏടുകൾ, തൗറാത്ത്, ഇൻജീല്, ഖുർആൻ, ഇതിൻ്റെ എല്ലാം അവതരണത്തിന് വേണ്ടി, അതെല്ലാം ഇറക്കുന്നതിന് വേണ്ടി റഹ്മാനായ റബ്ബ് തിരഞ്ഞെടുത്ത മാസം റമദാനാണ്. അത് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയെയാണ് അറിയിച്ചു തരുന്നത്. രണ്ടാമതായി, എന്താണ് റമദാനിൻ്റെ ശ്രേഷ്ഠത? പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സാധാരണയിൽ നിന്ന് വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ദഖല റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. റമദാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. അതൊരു മാറ്റമാണ്. റമദാൻ ആഗതമായാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. തുടർന്ന് കാണാം, വഗുല്ലികത് അബ്വാബു ജഹന്നം. നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടും. വസുൽസിലത്തി ശയാത്തീൻ. പിശാചുക്കളെയെല്ലാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എന്തനുകൂലമായ ഒരു അവസരം!
എന്തനുകൂലമായ ദിനരാത്രങ്ങൾ! നന്മയിൽ മുന്നേറാനും തിന്മയോട് രാജി പറയാനുമുള്ള സുവർണമായ അവസരം. പ്രകൃതിയിൽ പോലും മാറ്റം, എല്ലാ നിലയിലും വിശ്വാസിക്ക് അടിമയ്ക്ക് അനുകൂലമായ സാഹചര്യം സ്വർഗം നേടിയെടുക്കാൻ. അത് റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുക, നരകത്തെ അടയ്ക്കപ്പെടുക, മനുഷ്യനെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കത്തിയാളുന്ന നരകത്തിയിൽ കൊണ്ടെറിയുന്നതിന് വേണ്ടി രാപ്പകലുകൾ അവൻ്റെ കൂട്ടാളികളോടൊപ്പം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിനെയും കൂട്ടാളികളെയും ബന്ധിക്കപ്പെടുന്ന മാസം, അനുകൂലമായ അവസരം പരിശുദ്ധ റമദാൻ മാസത്തിൽ. മാത്രമല്ല ഹദീസിൽ കാണാവോ, യുനാദി മുനാദിൻ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. വിളിച്ചു പറയപ്പെടും, വാനലോകത്തുനിന്ന് വിളിച്ചു പറയപ്പെടും, ഖൈറു തേടുന്നവരെ, നന്മ പ്രവർത്തിക്കണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യരെ, അഖ്ബിൽ, നിങ്ങൾ മുന്നിടുക, നന്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുന്നിടുക. തിന്മ തേടുന്ന ആളുകളെ, തിന്മയെ ആഗ്രഹിക്കുന്നവരെ, അഖ്സിർ, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പിന്മാറണം. തിന്മയുടെ പിന്നാലെ സഞ്ചരിക്കാനുള്ള മാസമല്ല, നന്മയിൽ മുന്നേറാനുള്ള മാസമാണ് എന്ന് പറയപ്പെടും. അങ്ങനത്തെ ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. പിന്നീട് ഹദീസിൽ കാണാം, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല. എല്ലാ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലും റഹ്മാനായ റബ്ബ് ലിസ്റ്റ് ചെയ്തു വച്ചിരിക്കുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ പേര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് നരകമോചനം നൽകുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അപ്പോൾ ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളെ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തണം. ഓരോ രാത്രിയിലും അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നരകമോചനം നൽകുന്ന ഒരു മാസമാണ്. മാത്രമല്ല, ഒരു റമദാൻ മറ്റൊരു റമദാൻ വരെയുള്ള പാപമോചനത്തിൻ്റെ അവസരമായിട്ട് ഹദീസിൽ നമുക്ക് കാണാം. ഒരു ഹദീസിൻ്റെ ഭാഗമാണ്, വറമളാനു ഇലാ റമളാന മുകഫിറാതും മാ ബൈനഹുന്ന ഇജ്തനബൽ കബായിർ. വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ, വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ, ഏറ്റവും നല്ല രൂപത്തിൽ ഒരു റമദാനിനെ ഉപയോഗപ്പെടുത്തിയാൽ ആ റമദാൻ അടുത്ത റമദാൻ വരെയുള്ള പാപമോചനത്തിൻ്റെ അവസരമാണ്. പാപമോചനത്തിൻ്റെ അവസാനമാണ്. പാപങ്ങൾ മായ്ച്ചു കൊടുക്കപ്പെടും. അതിനുള്ള ഒരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ മാസം. മാത്രമല്ല, നോമ്പ് നിർബന്ധമാക്കിയ ആരാധനകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള, ഞാനാണ് നോമ്പ്, നോമ്പ് എനിക്കുള്ളതാണ്, അസ്സൗമിലി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നിശ്ചയിച്ചു നൽകുന്നതും നാമാണ് എന്ന് പറഞ്ഞ ആ നോമ്പ് ഒരു മാസക്കാലം നിർബന്ധമാക്കിയ മാസമാണ്. ആയത്തിൽ കാണാം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതും മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. എന്താ അല്ലാഹ് പറയുന്നത്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. തർക്കം നടക്കുകയാണ്, ഖുർആൻ ഏതു മാസത്തിലാണ് ഇറക്കിയതെന്ന്. എന്നാൽ അള്ളാഹു പറയുന്നു, ഖുർആൻ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഇറക്കിയത്. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ, മനുഷ്യർക്കത് ഹുദയാണ്, ബയ്യിനാത്താണ്. അതേപോലെ ഫുർഖാനാണ്, സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നതാണ്, നേർവഴി കാട്ടിക്കൊടുക്കുന്നതാണ്, മാർഗദർശനമാണ് ആ ഖുർആൻ. എന്നിട്ട് പറയുന്നു, ഫമൻ ശഹിദ മിൻകുമുശ് ശഹർ, ആ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതരാണോ, ഫൽയസുംഹു, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ്. ശക്തമായ ചൂടാണിപ്പോൾ. ചിലരെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്, എന്താവും അവസ്ഥ, ഇങ്ങനെ നോമ്പെടുക്കും, പണ്ഡിത ലോകം വല്ല ഇളവ് നൽകുമോ എന്നുവരെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു തആല വമ്പിച്ച പ്രതിഫലം നൽകുന്ന നോമ്പ് ഒരു മാസക്കാലം ഏർപ്പെടുത്തി തന്ന, നിർബന്ധമാക്കിയ ഒരു മാസമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ സൗഭാഗ്യമാണ്. എത്രയോ റമദാനിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. പക്ഷെ നമുക്ക് അതൊരു സൗഭാഗ്യമായി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ റമദാനുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര നല്ല രൂപത്തിൽ ആശ വയ്ക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല, സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ അങ്ങനെ ഉണ്ടാകരുത്. നോക്കൂ, ഒരേ ഗോത്രത്തിൽ നിന്ന് ഹദീസിൽ കാണാം ഒരു സംഭവം. രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതിലൊരാൾ നന്മയിൽ മുന്നേറുകയാണ്, ഇബാദത്തിൽ ശ്രദ്ധിക്കുകയാണ്. മറ്റൊരാൾ ഒരു മിതമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അതിലൊരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയാണ്. ഷഹീദിൻ്റെ പ്രതിഫലം നമുക്കറിയാം. മറ്റൊരാൾ ഒരു വർഷക്കാലം കൂടി ജീവിച്ചതിന് ശേഷം സാധാരണ രൂപത്തിലുള്ളൊരു മരണം, കിടക്കയിൽ കിടന്നുകൊണ്ട്. മഹാനായ സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ ത്വൽഹ റളിയല്ലാഹു അൻഹു വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആ കാവൽക്കാരനായിട്ടുള്ള കാവൽ നിൽക്കുന്ന ഒരു മലക്ക് വന്ന് ആ ഒരു വർഷം സാധാരണ രൂപത്തിൽ മരിച്ച ആ വ്യക്തിയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ അവസരം അദ്ദേഹത്തിനാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് ഷഹീദായ മനുഷ്യനെ ക്ഷണിക്കുകയാണ്. മൂന്നാമതായി വന്നിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, താങ്കളുടെ അവസരമായിട്ടില്ല, താങ്കൾക്ക് ഇനിയും സമയമുണ്ടെന്ന് പറയുന്നു. ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഈ അത്ഭുതത്തോടെ ഈ വിവരം സ്വഹാബിമാരെയും തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇബാദത്തിൽ മുന്നേറിയ, ആരാധനകൾ ശ്രദ്ധ വെച്ച് പുലർത്തിയിരുന്ന, റബ്ബിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഒരു വ്യക്തി സാധാരണ ജീവിച്ച, സാധാരണ ഒരു മരണം വരിച്ച വ്യക്തിയേക്കാൾ മുമ്പേ പോയി. ഇതെങ്ങനെ സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടുകൊണ്ട് പറയുന്നു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. സ്വഹാബത്തെ, ആദ്യത്തെ വ്യക്തിയേക്കാൾ ഒരു വർഷക്കാലം അധികം ജീവിക്കുവാനുള്ള അവസരം രണ്ടാമത്തെ വ്യക്തിക്ക് ലഭിച്ചില്ലേ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ബല, അതെ അള്ളാഹുവിൻ്റെ റസൂലേ, അദ്ദേഹത്തിന് ഒരു വർഷം കൂടി കിട്ടി. ഖാല, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅദ്റക റമളാന ഫസാമ. അയാൾക്ക് ഒരു വർഷം ജീവിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒരു റമളാൻ കൂടി ജീവിക്കാനുള്ള അവസരം കിട്ടിയില്ലേ? ആ റമളാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? വസല്ല കദാ വകദാ മിൻ സജദത്തിൻ ഫിസ്സന. ആ ഒരു വർഷത്തിലും ആ റമളാനിലുമായി ഒരുപാട് നമസ്കാരങ്ങളിൽ സുജൂദുകൾ നിർവഹിച്ചില്ലേ? ഖാലു ബല. സ്വഹാബത്ത് പറഞ്ഞു, അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന സമാഇ വൽ അർദ്. അപ്പോൾ അവർക്ക് രണ്ടു പേർക്കുമിടയിൽ ആകാശഭൂമികളുടെ ദൂരമുണ്ട്. സ്വഹാബത്തെ, അവർ രണ്ടുപേരും തുല്യരല്ല. അവർ രണ്ടുപേർക്കുമിടയിൽ ആകാശഭൂമികളുടെ അത്ര ദൂരം, അവരുടെ വ്യത്യാസമുണ്ട്, അവരുടെ ദർജയുണ്ട്. നമുക്കൊരു ഷഹീദിനേക്കാൾ ഒരു റമദാനിൽ ജീവിച്ചിരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കിട്ടിയ സ്വർഗത്തിലെ സ്ഥാനം, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. എത്ര റമദാനിൽ നമ്മൾ ജീവിച്ചു? ഒരു റമദാനിനെ വരവേൽക്കാൻ ഇരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇത്തരത്തിലുള്ളൊരു ചിന്തയുണ്ടോ? അള്ളാഹു എനിക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ് ഈ വരാൻ പോകുന്ന റമദാൻ. അതുകൊണ്ട് റബ്ബേ, ഈ റമദാനിൽ എന്നെ ജീവിപ്പിക്കുകയും ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് റബ്ബേ നീയുമായിട്ട് അടുക്കാനും സ്വർഗത്തിലേക്ക് മുന്നേറാനും എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവർ, ആഗ്രഹിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? എന്നാൽ സലഫുകൾ പരിശുദ്ധമായ റമദാൻ വരുന്നതിനും 6 മാസം മുമ്പ് റമദാൻ അനുകൂലമാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. 6 മാസം മുമ്പ്. നമ്മുടെ അടുക്കൽ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇനി റമദാനെ അവർ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലോ? പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അടുത്ത 6 മാസം അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സലഫുകളുടെ ജീവിത മാതൃകയാണ് നമ്മൾ പിൻപറ്റുന്നതെന്ന് നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ അതുപോലെ ആകാൻ കഴിയുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് റമദാൻ മാസപ്പിറവി കാണുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. മാസപ്പിറവി കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. സന്തോഷത്തിൽ, ആവേശത്തിൽ ആ പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയണം. അല്ലാഹുമ്മ
അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മീതെ ഈ ചന്ദ്രമാസത്തെ ഉദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാസത്തെ തുടക്കം കുറിക്കുന്നത് അഭിവൃദ്ധിയും ഈമാനും സമാധാനവും ഇസ്ലാമും കൊണ്ടാക്കണമേ. എല്ലാ നിലയിലും അനുകൂലമായ അവസ്ഥയിൽ ദീന് മുറുകെ പിടിക്കാനും സമാധാനമുണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെയായി ഈ മാസത്തെ നീ മാറ്റണം. എന്നിട്ട് എൻ്റെ സൃഷ്ടാവും റബ്ബി വറബ്ബുകല്ലാഹ്, എൻ്റെ റബ്ബും നിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബും അള്ളാഹു തന്നെയാണ് എന്ന മാസപ്പിറവിയെ ദർശിച്ചുകൊണ്ട് പറയുന്നു. ആ രൂപത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആ മാസത്തിലെ ഇബാദത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഒന്നാമതായി ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യം തന്നെയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരത്തെക്കുറിച്ച് പറയുകയാണ്, സ്വലാത്തുൽ ജമാഅത്തി തഫ്ദുലു സ്വലാത്തുൽ ഫർദി ബി 29 ദറജ. തനിച്ചു നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. 1 മിനിറ്റിലും 2 മിനിറ്റിലുമാണ് എനിക്കും നിങ്ങൾക്കും അത് നഷ്ടപ്പെട്ടു പോകുന്നത്. പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാനും നിങ്ങളും. 27 ഇരട്ടി പ്രതിഫലമുണ്ട് ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ. ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് വിളി കേട്ടാൽ ആ വിളിക്കുത്തരമേകിക്കൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ഈ പ്രതിഫലമുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അത് മുടങ്ങിപ്പോകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ സുന്നത്തായ നമസ്കാരങ്ങളുമുണ്ട്. നോക്കൂ, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം 22 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അതിൽ 12 റക്അത്ത് പ്രത്യേകമായ റവാത്തിബ് സുന്നത്തുകൾ. അല്ലാതെ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായിട്ട് ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ആ ഫർദിലുണ്ടാകുന്ന വീഴ്ചകൾ, പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നത് ആ സുന്നത്ത് നമസ്കാരത്തിലാണ്. അപ്പോൾ ഫർദ് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകമായി റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അധികരിപ്പിക്കേണ്ട മാസമാണ്. വെറുതെ പാരായണം ചെയ്യലല്ല, അധികരിപ്പിക്കേണ്ട മാസമാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാ റമദാൻ സമാഗതമായാൽ തൻ്റെ വിജ്ഞാന സദസ്സ്, അദ്ദേഹം ഗൗരവത്തോടു കൂടി കണ്ടിരുന്ന വിജ്ഞാന സദസ്സ് മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിനായി ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുകയാണ്. നോക്കൂ, ഇമാം സുഫിയാൻ സൗരി റഹ്മഹുല്ലയെ കുറിച്ച് പറയുന്ന കാന സുഫിയാൻ സൗരി ഇദാ ദഖല റമളാനു തറക ജമീഅ അൽ ഇബാദത്തി വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ. പരിശുദ്ധമായ റമദാൻ മാസമായാൽ സുഫിയാൻ സൗരി റഹ്മഹുല്ല എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ ഇബാദത്തുകളും ഒഴിവാക്കി ഖുർആൻ പാരായണത്തിലേക്ക് മാത്രമായി തിരിയുമായിരുന്നു എന്ന് കാണാൻ കഴിയുകയാണ്. ഇതാണ് മുൻഗാമികൾ. അതുകൊണ്ട് ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റമദാനിൻ്റെ ദിനരാത്രങ്ങളെ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നോമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇനി റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുവാൻ വേണ്ടി നമുക്ക് നല്ല ഒരു ശ്രദ്ധ ഉണ്ടാകണം. നമ്മൾ നോമ്പ് തുറക്കാറുണ്ട് നമ്മുടെ നോമ്പ് അവസാനിപ്പിച്ചുകൊണ്ട്. മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹദീസിൽ കാണാം, മൻ ഫത്തറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ഷൈഅ. നോമ്പ് തുറപ്പിക്കുന്നവന്, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നവന്, ആ നോമ്പുകാരൻ്റെ അത്ര തന്നെ പുണ്യം അയാളുടെ പ്രതിഫലത്തിൽ നിന്നും യാതൊന്നും കുറയാതെയുണ്ട്. ഞാനൊരു നോമ്പെടുത്തു, 25 ആളെ നോമ്പ് തുറപ്പിച്ചാൽ
ആ 25 ആളുകൾക്കും ആ നോമ്പിലൂടെ അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം അവർക്ക് കിട്ടും, ഒട്ടും കുറയാതെ. അതോടൊപ്പം 25 ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ചവന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സ്വയം ഇഫ്താറിന് വേണ്ടിയുള്ള ശ്രദ്ധ വെക്കുന്നത് പോലെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. തറാവീഹ് നമസ്കാരം അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, രാത്രി നമസ്കാരം എല്ലാ ദിവസവും ഒരു വിശ്വാസി നിർവഹിക്കേണ്ടതാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അത് ജമാഅത്തായിട്ട് പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇശ നമസ്കാരം കഴിഞ്ഞ് സുബഹിക്ക് മുന്നേ ആയിട്ടുള്ള ആ രാത്രി നമസ്കാരം, അത് തറാവിഹിൻ്റെ രൂപത്തിലായാലും ഖിയാമുൽ ലൈലായാലും അത് കൃത്യമായി ജമാഅത്തായി നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിതമായ ആഹാരം കഴിച്ച് അതിൻ്റെ ആലസ്യത്തിൽ കിടന്നുറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരമായ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി കൃത്യമായി വരികയും അതിന് തൊട്ടുമുള്ള ഫർളായ ഇശ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചിലരിൽ കാണുന്നുണ്ട്. അല്പമൊക്കെ ഒന്ന് വിശ്രമിച്ച് ഇശാൻ്റെ സമയത്തൊക്കെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് തറാവീഹിൻ്റെ സമയത്ത് വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഫർദിന് അതിൻ്റേതായ പ്രയോറിറ്റി കൊടുക്കണം, സുന്നത്തിന് അതിൻ്റേതായ. അതുകൊണ്ട് രാത്രി നമസ്കാരം പുണ്യകരമാണ്. പരിശുദ്ധ റമദാനിലെ ഹദീസിൽ കാണാം, മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. 2 കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ, ഒന്നെന്താ? ഈമാൻ വേണം, വിശ്വാസം വേണം. എല്ലാത്തിൻ്റെ മാനദണ്ഡമാണല്ലോ. ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും ഇതിനെനിക്ക് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും, ഞാനിത് ഏറ്റവും നന്നാക്കി അഹ്സനായ രൂപത്തിൽ ചെയ്താൽ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന ചിന്തയിലും വിശ്വാസത്തോടുകൂടി റമദാനിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ ഗുഫ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. പാപമുക്തമായ ജീവിതം നയിക്കാൻ കഴിയും. അതുകൊണ്ട് ആ രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യണം, തൗബ അധികരിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് കരുതിയല്ല ഇരിക്കേണ്ടത്. പെട്ടെന്നൊക്കെ റമദാൻ മാസത്തിൽ കയറി നോമ്പെടുക്കുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളവരാണെങ്കിൽ ഇപ്പോഴേ തന്നെ ഈ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കാം. അങ്ങനെ എടുത്തുകൊണ്ട് എല്ലാ നിലയിലും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും റമദാൻ മാസത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള അനുകൂലമായി പാകപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. പ്രിയമുള്ള സഹോദരന്മാരെ, റമദാനിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് നമുക്കുറപ്പില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. ഓരോ ആത്മാവിനും നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഭൂമിയുടെ ഏത് കോണിൽ വെച്ചാണ് മരണപ്പെടുകയെന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. പിന്നീട് ചില നല്ല തീരുമാനങ്ങളും നല്ല പ്ലാനുകളും ആയിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിൽ ഒരു വേള നമുക്ക് ആ റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ ഏതെങ്കിലും രോഗം വന്ന് കിടപ്പായി പോയാലോ നമുക്ക് ആ പ്രതിഫലം ലഭിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അനുകൂലമാകാൻ, ആഫിയത്ത് ലഭിക്കാൻ, രോഗമൊന്നും വരാതിരിക്കാൻ, ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി മനസ്സ് അസ്വസ്ഥമായി റമദാനിൻ്റെ ദിനരാത്രകൾ ചർച്ചകളും പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഓടി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിനെ നല്ല രൂപത്തിൽ പാകപ്പെടുത്തണം. ഒരു കുടുക്കിലും അറിഞ്ഞുകൊണ്ട് ചെല്ലരുത്. ഒരിടപാടുകളും ആ സമയത്തേക്ക് മാറ്റിവെക്കാതെ എല്ലാം തീർത്തുകൊണ്ട് റമദാനിനെ വരവേൽക്കാൻ കഴിയണം. എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ റമദാനിലെ പർച്ചേസ് തന്നെ സാധിക്കുമെങ്കിൽ നേരത്തെ ആക്കണം. റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും കറങ്ങി നടക്കേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിൻ്റെ മസ്ജിദിൽ വന്ന് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടവരാണ്. വീട്ടിൽ വെച്ച് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടവരാണ്. എല്ലാവർക്കും ഒരുപക്ഷെ വസ്ത്രങ്ങളും സാധനങ്ങളും നേരത്തെ വാങ്ങാൻ കഴിയണമെന്നില്ല. സാധിക്കുന്നവർ, ആ രൂപത്തിൽ സമ്പത്തുള്ളവർ, ഞാൻ വളരെ ഗുണകാംക്ഷയോട് പറയാണ്, നേരത്തെ തന്നെ
നമുക്കും മക്കൾക്കും എല്ലാവർക്കും ഉള്ള വസ്ത്രങ്ങളും ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരമാവധി ഇബാദത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ പാരായണം, മനഃപ്പാഠമാക്കൽ, ആശയഗ്രഹണം എന്നീ നല്ല രൂപത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാൻ മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കുവാനും നന്മകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകളെ നോമ്പ് തുറപ്പിക്കാനും കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം സമയാസമയങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയുമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റഹ്മാനായ റബ്ബേ നീ ശിഫ നൽകണമേ അല്ലാഹുവേ. മുസ്ലിമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും തൻ്റെ മുന്നിലേക്ക് വീഴുന്ന മിസൈലുകളും ബോംബുകളും പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നിർഭയത്വം നൽകുകയും ആരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം പരിശുദ്ധമായ റമദാൻ മാസത്തിലും തുടർന്ന് അങ്ങോട്ടും നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംബാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.